നമസ്കാരമുണ്ട് ആര്യഭട്ട് സാർ. വെൽക്കം സാറേ, വന്നാലും. നമസ്കാരം. എന്നെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ ആരാന്ന് അറിയാമോ? ഞാനൊരു രാജ്യസ്നേഹി. എന്റെ രക്തത്തിലെ ഓരോ തുള്ളിയിലും രാജ്യസ്നേഹം തുളുമ്പി നിൽക്കുക. ഹലോ മിസ്റ്റർ ആര്യഭട്ട്, നിങ്ങൾക്ക് സുഖമാണോ? നീ രാജ്യസ്നേഹിയൊന്നുമല്ല, രാജ്യദ്രോഹിയാ. ഇദ്ദേഹം എന്നെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞു. ഇയാളെ കൊല്ല്. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല അല്ലേ? എന്നെ കണ്ടാൽ നല്ലവനായിട്ട് തോന്നും, പക്ഷെ ഞാൻ ആള് മഹാമോശമാണ്. 10th ഫ്ലോറിൽ നിന്റെ ഓഫീസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. അവിടെയുള്ള അലമാരയിൽ നിന്റെ സീക്രട്ട് ന്യൂക്ലിയർ ഫോർമുല ഉണ്ടെന്ന് എനിക്കറിയാം. അത് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുക. വേഗം ചെന്ന് അത് എനിക്ക് എടുത്തുതാ. പിന്നെ നീ ഇവിടെ വന്ന് നിന്റെ സ്പീച്ച് സംസാരിച്ചോ. കുട്ടികളെ ഇങ്ങനെ വെറുതെ ഇരുത്താൻ പാടില്ല. ഞാൻ നിനക്ക് ആ ഫോർമുല ഒരിക്കലും തരില്ല, പരമദുഷ്ട. ഇയാൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞു. ഇയാള് വേഗം പൊക്കിക്കൊണ്ടുപോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശിവയെ വിളിക്കാം. ശിവ എവിടെയാ? ഇവിടെ ഗുണ്ടകൾ വന്ന പ്രൊഫസർ ആര്യഭട്ടിനെ കടത്തിക്കൊണ്ട് പോയി. ന്യൂക്ലിയസിന്റെ സീക്രട്ട് ഫോർമുല തട്ടിയെടുക്കാൻ അവര് നോക്കുന്നേ. സോറി ദേവ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ഇപ്പൊ തന്നെ എത്താം. ശിവ, ഗുണ്ടകൾ ആര്യഭട്ട് സാറിനെ ലിഫ്റ്റ് വഴി 10th ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. സർ, ഈ ലിഫ്റ്റിന്റെ വാതിൽ എല്ലാരും കൂടി തുറക്കാൻ നോക്കൂ, വേഗം. വേഗാവട്ടെ, വേഗാവട്ടെ. എത്രയും പെട്ടെന്ന് ആ ലോക്കർ തുറന്ന് ഫോർമുല പുറത്തെടുക്ക്. എന്നിട്ട് എന്റെ കയ്യിൽ താ. താൻ എന്ത് കുന്തം വേണമെങ്കിലും കാണിച്ചോടൂ. ഞാൻ ആ ഫോർമുല നിന്നെ പോലുള്ള ഒരു മരക്കോന്തന് ഒരിക്കലും തരാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇയാൾ എനിക്ക് ഫോർമുല തരില്ലെന്ന് പറയുന്നത് കണ്ടില്ലേ? ഞാൻ മുകളിലേക്ക് പോവാണ്. പ്രൊഫസർ, ഓരോ 10 മിനിറ്റും നിനക്ക് ന്യൂസ് കിട്ടും. അവിടെ ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്ന്. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ എല്ലാ കുട്ടികളും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മര്യാദയ്ക്ക് നീ ആ ഫോർമുല എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നീയുമായിട്ട് വഴക്കിടും കേട്ടോ. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. എന്റെ മുഖം കണ്ടാൽ നല്ലവനാണെന്ന് തോന്നും, പക്ഷെ ഞാൻ ഭയങ്കര മോശമാണ് കേട്ടോ. പ്ലീസ് ദേവി, ഇത് കുട്ടികളെ മാത്രം ഒന്നും ചെയ്യരുത്. നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. എന്തിനാ ഈ കാര്യത്തിലൊക്കെ അവരെ വലിച്ചെഴുക്കുന്നത്? ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അവരെ വിട്ടേക്ക്. എന്റെ ഗാർഡ്സ് ഒക്കെ എവിടെ? എന്റെ ഗാർഡ്സ് ഒക്കെ എവിടെയാന്ന് ചോദിച്ചിട്ട് എന്താ ഒന്നും പറയാത്ത?
അങ്കിൾ അവര് ദേ അവിടെയുണ്ട്. ചെല്ല്, അവന്മാരെ അയച്ചുവിട്. നിങ്ങളൊക്കെ ആരാ ഇങ്ങനെ ചെയ്തത്? ബോസേ, ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ എന്നെ അടിച്ചിടിച്ച് ബോധം കെടുത്തി കളഞ്ഞു. ശരിക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, സത്യമായിട്ടും. ബോസ്, അവനൊടുക്കത്തെ ഫൈറ്റാണ് കേട്ടാ. എന്റെ മോന്തക്കിട്ട് ഭയങ്കര ഒരു പഞ്ചാറം തന്നവൻ. ഞാൻ അപ്പൊ തന്നെ ബോധം കെട്ട് പോയി ബോസ്. കുട്ടിയെ പ്രശംസിക്കുകയാണോ അല്ല മോശം പറയാണോ? ആരാത്? ആരെങ്കിലും പറ. സർ, ശരിക്കുള്ള രാജ്യസ്നേഹി ദേ വന്നിട്ടുണ്ട്. പറ, ആരെങ്കിലും എന്നോട് തുറന്ന് പറ. അന്വേഷിക്ക്, വേഗം അന്വേഷിക്ക്. ബോസ്, അവൻ ചിലപ്പോ താഴെ ഉണ്ടാവും. ഹലോ ബ്രാവോ ചാർലി, ഒരു കുട്ടി താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. അവനെ പിടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവാ. പക്ഷെ പതുക്കെ കൊണ്ടുവരണം, ഒന്നും ചെയ്യരുത്. അവൻ ഫൈറ്റൊക്കെ ചെയ്യുന്നെന്നാ കേട്ട്. രാകാശേക്ക, നിങ്ങളും കൂടെ ചെല്ല്. ഓ, സാറേ, ആ താക്കോലൊക്കെതാ. ഞാൻ തന്നെ പോയി ലോക്കർ തുറന്നേക്കാതെ. ചാർലി, ബോസ് ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോ ആ കുട്ടി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. Come on, let's fight. ഈ ചെറുക്കൻ ഒരു സ്ഥലത്ത് നിന്നാലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. നിന്നെ ഞാൻ അങ്ങനെ ഞാൻ നിന്നാ നിങ്ങളുടെ പൊടി പോലും കാണില്ല, അറിയാലോ. ലഡു സിംഗ് സർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേദാസ് ടവറിലേക്ക് വരൂ. ഇവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് എല്ലാരും ഹോസ്റ്റേജ് ചെയ്തിരിക്കുകയാണ്. ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആര്യ ഭട്ട് ഇപ്പോൾ 10th ഫ്ലോറിലുണ്ട്. ഈ ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ ഫോർമുല തട്ടിയെടുക്കാൻ നോക്കുകയാണ്. ഞാൻ മുകളിലേക്ക് ചെന്ന് എല്ലാവരെയും വിടുവിക്കാൻ നോക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ഥലത്തേക്ക് വരൂ. ഓക്കേ മോനെ, നീ ആള് ഭയങ്കര ധൈര്യശാലിയാണല്ലോ. സർ, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഞാൻ ഇൻസ്പെക്ടർ ലഡു സിംഗ് സാറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ എത്തും. സാർ ഇവിടെ തന്നെ നിന്നാ മതി. ഇതാ സാറിന്റെ കീ. ആരാടാ അവിടെ? കുട്ടി, ഇവിടെ നീയാണോ? പറ, കേക്കുന്നില്ല. പുറത്തേക്ക് വാ മോനെ. ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞേട്ടല്ലോ. ആ കുട്ടി തന്നെ ആ ഓടിച്ചു പോയത്. ജോക്കറിന്റെ ഡ്രസ് ഇട്ട് അവൻ സൈക്കിൾ ഓടിക്കുന്ന കണ്ടില്ലേ? എന്താ എന്താ അങ്കിൾ, ഓടി ഓടി നടുവ് പൊട്ടി പോയോ? ഒന്നിങ്ങോട്ട് നോക്ക്. അവൻ എവിടെയാണോ നിൽക്കുന്നത്? അപ്പൊ പിന്നെ അവിടെ ഉള്ളത് ആരാ? ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളത്.
എവിടെ? പരിക്ക് പറ്റിയോ അങ്കിൾ? അതെ, ഞങ്ങക്ക് പരിക്ക് പറ്റി. ബോസേ ബോസേ, അവൻ മേളിലോട്ട് വരുന്നുണ്ട്. ബോസിനെ കാണാനാ വന്നോണ്ടിരിക്കണേ. ബോസേ, ഒടുക്കത്തെ ഇടിയാണ് കേട്ടോ അവന്റെ. വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന നല്ലത്, ഇല്ലെങ്കിൽ ഇടി കൊണ്ട് ചാവും. ബോസേ പൊക്കോ. അവൻ എന്റെ ആൾക്കാരെ അടിച്ചിരിക്കുന്നു. അവൻ ശരിയല്ല. ചെല്ല്, വേഗം ചെന്ന് പിടിക്കവനെ. അവൻ എന്റെ അടുത്തേക്ക് വരുന്ന മുമ്പ് നിങ്ങൾ അവനെ ചെന്ന് പിടിക്ക്. അവൻ എവിടെയാണ്? അവനായിരിക്കുമല്ലോ. അവന് വേഗം അന്വേഷിക്ക. നിക്കുന്നു. നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് അടിച്ചവനല്ലേ? ഇന്നിവന് ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം. ഇതവൻ ജീവിതകാലം മുഴുവൻ ഓർത്തുകൊണ്ടിരിക്കും. എന്റെ കൈ തരിപ്പണമായി പോയേ. ഇനി നീ ചെന്നിടിക്ക്. ഇവനെ ഇരുമ്പ് കൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിവനെ അടിക്കില്ല. എന്റെ കൈ പോയി കിടക്ക. അങ്കിൾ, ഞാൻ ഇരുമ്പ് കട്ടയൊന്നും അല്ല, അതൊരു ശിലയാണ്. നിനക്ക് എന്നാ പറ്റിയടാ? നിനക്ക് അടി വേണമെന്നുണ്ടെങ്കിൽ പോയി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ പോലെ ബോധം കണ്ടവനെ പോലെ അഭിനയിക്കുക. എവിടെയാണ് നിങ്ങൾ പോയി കിടക്കുന്നത്? ഏയ് കുട്ടികളെ, എന്റെ ഗാർഡ്സ് ഒക്കെ എവിടെ? ചിലപ്പോ അവര് ലഞ്ച് കഴിക്കാൻ പോയതായിരിക്കും. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ അങ്കിൾ? ഞാനും പോട്ടെ, ലഞ്ച് കഴിച്ചിട്ട് വേഗം വരാലോ. മിണ്ടി പോകരുത്, ഒരു അക്ഷരം മിണ്ടി പോരുത് കേട്ടോ. അവരൊന്ന് ലഞ്ച് കഴിക്കാൻ പോയതല്ല, ഇതൊക്കെ ആ കുരുത്തം കെട്ട കുട്ടിയുടെ കളിയാ. ബോസ്, ലിഫ്റ്റ് മേലോട്ട് വന്നോണ്ടിരിക്കുക. ചിലപ്പോ ആ കുട്ടി തന്നെ ആയിരിക്കും. ലിഫ്റ്റ് തുറന്നതും വെടിവെച്ച് കൊന്നേക്കവനെ. ശിവ, ലിഫ്റ്റിന്ന് പുറത്തേക്ക് വരില്ല കേട്ടോ. ശിവ, കുട്ടി എവിടെ പോയി? വേഗം പറ. ബോസിന് നമസ്കാരം അറിയിച്ചിട്ടുണ്ട്. നല്ല സംസ്കാരമുള്ള പയ്യനാ. സോറി, നമസ്കാരം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏത് കുട്ടിയാ ബോസെ പറയാ? നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ചെറുക്കനെ എവിടെന്നാ ചോദിച്ചത്? അവന്റെ നമസ്കാരം ഒന്നും എനിക്ക് ആവശ്യമില്ല. ആ കുട്ടിയാണ് എനിക്ക് വേണ്ടത്. അവനിപ്പോ എവിടെയാ ഉള്ളത്? വേഗം ചെന്ന് ആ കുട്ടിയെ അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ നോക്ക്. ആ കുട്ടി എനിക്ക് വേണം. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നിങ്ങളെന്താ ഇരുന്ന് കളഞ്ഞത്? ഫൈറ്റ് ചെയ്യ്, വേഗം വാ, ഫൈറ്റ് ചെയ്. ഞങ്ങള് വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ബോസെ. അവൻ എന്റെ മോന്ത ഇടിച്ച് ചെമ്മന്തിയാക്കി. അടികൊള്ളാത്തവനോട് പോവാൻ പറ. ശിവ എന്നാണ് എന്റെ പേര്. ഹെലികോപ്റ്റർ
നീ എന്റെ രാജ്യസ്നേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. നീ എന്തായി ചെയ്യുന്ന? എന്നെ താഴെ ഇടല്ലേ. ഇവിടുന്ന് പോകാൻ നോക്കിട്ട് പോലും ഈ കുട്ടി സമ്മതിക്കുന്നില്ലല്ലോ. അങ്കിൾ, നിങ്ങളുടെ എല്ലാ പ്ലാനുകളും കാറ്റിൽ പറന്നുപോയി. ഇനിയിപ്പോ ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും പറയൂ. എന്റെ ആളുകളില്ലെങ്കിലും എന്താ, ഇവിടെ ഞാനുണ്ടല്ലോ കുട്ടി. ശിവ, ഞാൻ എത്തിക്കഴിഞ്ഞു. എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. എന്നെ പൊക്കിയെടുക്ക്. ഞാൻ തോറ്റു കുട്ടി. എന്നെ പൊക്കിയെടുക്ക്. എന്റെ പരിധിയിൽ കള്ളത്തരം കാണിച്ചാ എന്താ സംഭവിക്കാന്ന് ഇപ്പൊ നീ കണ്ടില്ലേ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അപ്പൊ തന്നെ അയാൾ അതൊക്കെ വിട്ടിട്ട് ഒരു നല്ല മനുഷ്യനായി മാറും. നീ ഒന്ന് ആലോചിച്ചേ, ലഡ്ഡു സിംഗ് വരുന്നതിന് മുമ്പ് തന്നെ ഇയാള് നല്ല മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ലഡ്ഡു സിംഗ് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവാ? താങ്ക് യു ശിവ, എന്റെ ന്യൂക്ലിയർ ഫോർമുല രക്ഷിച്ചതിന് നന്ദി. ഓരോ കുട്ടികളും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ രാജ്യദ്രോഹികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ സാധിച്ചേരെ നമുക്ക്.